പെട്ടെന്നൊരു ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അങ്ങനെ ദുരിതത്തിലായത് 100 കണക്കിന് യുവതി യുവാക്കളാണ്. പുതിയ ലേബർ കോഡിനെതിരായുള്ള പ്രതിഷേധങ്ങൾ എന്തിനെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണോ ഇത്? സംസ്ഥാന സർക്കാരിന് ഇടപെടലിന് പരിമിതിയുണ്ടോ? IT മേഖലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൂട്ട പിരിച്ചുവിടലിന് കാരണം രാജ്യത്ത് ശക്തമായ തൊഴിൽ നിയമങ്ങൾ ഇല്ലാത്തതോ എന്നുള്ളതാണ്. ഇന്നത്തെ സംഭവവികാസങ്ങളൊക്കെ വെച്ചാണ് ഈ ഒരു ചോദ്യം നമ്മൾ ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ ഒരു സ്വകാര്യ കമ്പനി തൊഴിലാളികളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കുന്നത്. ഇത് രാജ്യത്തെ തൊഴിൽ നിയമം ശക്തമാകാത്തത് കൊണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷേ എന്താ പറയുക, നമ്മുടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തൊക്കെ ഇതുപോലെ ലേബർ നിയമം കാര്യങ്ങളൊക്കെ അന്ന് എൻക്വയറി ചെയ്യാറുണ്ട്. 18 വയസ്സിന് താഴെയുള്ള മേലുള്ള അങ്ങനെ നോക്കി ചെയ്യാറുണ്ട്. എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. ലേബർ നിയമം ശക്തമായിട്ടില്ലാത്തതുകൊണ്ടാണ്. അതെ അതെ, ലേബർ നിയമങ്ങൾ ശക്തമായിട്ടില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പിരിച്ചുവിടുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലേബർ ലോസ് ഒന്നും വരാത്തത് കൊണ്ടാണ്. അത് വരാത്തത് കൊണ്ടല്ല, അത് അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരെയൊക്കെ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് വെറുതെ പിരിച്ചുവിടണേ. അതൊന്നും ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. അതിപ്പോഴും മുന്നറിയിപ്പില്ലാണ്ട് ആൾക്കാരെ പിരിച്ചുവിടണേ. ലേബർ ലോസൊക്കെ ഇച്ചിരി കൂടെ ശക്തമാക്കേണ്ടിയിരിക്കണം ഗവൺമെൻറ്. ലേബർ നിയമങ്ങളും അതുപോലെ പിന്നെ ഇപ്പോൾ AI കടന്നുവരവോടുകൂടി ആണ് കൂട്ടപ്പിരിച്ചുകൾ. പക്ഷേ ലേബർ നിയമങ്ങളും ശക്തമായിട്ടല്ല ഫോളോ ചെയ്യുന്ന എല്ലാവരും. ഈ IT മേഖലകളിലൊക്കെ കൃത്യമായിട്ട് അവരുടെ ഈ ലേബർ കോഡും കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇവർ പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പിരിച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു തൊഴിൽ നിയമമുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ളതെന്ന് വിചാരിക്കുന്നത്. അതിലുണ്ടാകുന്ന ന്യൂനതകളാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു, കേരളത്തിൽ ഇവർ യൂണിയൻ പോലെ എന്തെങ്കിലും ശക്തമായിട്ടുള്ളതുകൊണ്ടായിരിക്കും അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്. പിന്നെ അവർ തന്നെ ഇപ്പോൾ പിരിച്ചുവിട്ട കമ്പനി തന്നെ തമിഴ്നാട്ടിലും നമ്മുടെ ഔട്ട് ഓഫ് കേരള എവിടെയോ 5000 പേരെ മറ്റോ ഹയർ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഡീറ്റെയിൽ ഇത്രേ അറിയത്തുള്ളൂ. നിയമങ്ങൾ ശക്തമല്ലാത്തതുകൊണ്ടായിരിക്കണം. കാര്യം ഇപ്പോൾ എന്താ പറയുന്നത്, തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാൻ വേണ്ടി ഈ സർക്കാർ കൂടുതൽ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ IT ഫീൽഡ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആരുടെ ജോബിനും ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. പ്രൈവറ്റ് ജോബ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ കൂട്ടപ്പിരിച്ചുവിടലൊക്കെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പം ലേബർ ലോസൊക്കെ കുറച്ചും കൂടി ഒന്ന് നന്നാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഗവൺമെൻറ് കുറച്ചും കൂടി ഇതിലൊന്ന് ഇടപെടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. IT മേഖലയിൽ ഉണ്ടാകുന്ന കൂട്ടപ്പിരിച്ചുവിടലുകൾ ഒഴിവാക്കാൻ പര്യാപ്തമായ ലേബർ നിയമങ്ങൾ രാജ്യത്ത് ഇല്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം. ലേബർ നിയമങ്ങൾ കുറെ കൂടി ശക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.